ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദുസ്ഥാനി സംഗീത പരമ്പരയിലെ മഹാരഥന്മാരിൽ ഒരാളായി മാറിയ ഉസ്താദ് ബിസ്മില്ലാ ഖാനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഷഹനായി എന്ന സംഗീത ഉപകരണത്തിന് ശാസ്ത്രീയ സംഗീത കച്ചേരികളിൽ മാന്യസ്ഥാനം നേടിക്കൊടുത്ത മഹാനായിരുന്നു ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. ബീഹാറിലെ ധുമാറൂൺ എന്ന സ്ഥലത്ത് 1916 ബിസ്മില്ലാ ഖാൻ ജനിച്ചത്. ഷഹനായി വാദകരുടെ കുടുംബത്തിലായിരുന്നു അവൻ്റെ ജനനം. അച്ഛൻ പൈഗംബർ ബക്സ് ഖാനും അമ്മാവൻ അലി ബക്സും പേരുകേട്ട ഷഹനായി വാദകരായിരുന്നു. അമ്മാവനായിരുന്നു ബിസ്മില്ലാ ഖാൻ്റെ ആദ്യ ഗുരു. അദ്ദേഹത്തോടൊപ്പം ബാല്യത്തിൽ തന്നെ ആ കുട്ടി വിവാഹ വീടുകളിലെയും മറ്റും സംഗീത പരിപാടികൾക്ക് പോകുമായിരുന്നു. അടുത്തുള്ള ബാലാജി ക്ഷേത്രത്തിലും പോയി അവൻ സംഗീതാലാപനം നടത്തിയിരുന്നു. അവിടെ ഇരുന്ന് ഷഹനായി വാദത്തിൽ മുഴുകുമ്പോൾ മറ്റെല്ലാം താൻ മറക്കുമെന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞിരുന്നു. ലോകത്തെവിടെ പോയി ഷഹനായി വായിച്ചിട്ടും ആ അനുഭൂതി തനിക്ക് ലഭിച്ചില്ല എന്നും പിന്നീട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഗുരുക്കന്മാർ അനുഗ്രഹവുമായി എത്തുന്നതായും തോന്നും. അദ്ദേഹം ഓർമ്മിക്കാറുണ്ട്, 1930 അലഹാബാദിൽ നടന്ന അഖിലേന്ത്യാ സംഗീത സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുപരിപാടിക്ക് തുടക്കം കുറിച്ചു. 14 വയസ്സായിരുന്നു അപ്പോൾ ബിസ്മില്ലാ ഖാന്. ആ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടികളുടെ റെക്കോർഡിംഗ് തുടക്കം കുറിച്ചു. മ്യൂസിക് കോൺഫറൻസിലെ ലക്നൗ പരിപാടിയായിരുന്നു അടുത്ത പ്രധാന വേദി. അവിടെ അദ്ദേഹത്തിന് ഷഹനായി വാദത്തിന് സ്വർണ്ണ മെഡലും ലഭിച്ചു. വൈകാതെ ലക്നൗവിലെ ഒരാൾ ഇന്ത്യ റേഡിയോയിലൂടെയും അദ്ദേഹത്തിൻ്റെ പരിപാടി പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. ആദ്യമൊക്കെ അമ്മാവനോടൊപ്പം ഷഹനായി വായിച്ചിരുന്ന ബിസ്മില്ലാ ഖാൻ 1940 മുതൽ സ്വന്തമായി പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ഷഹനായിയുടെ അത്ഭുത സ്വരവുമായി ഏതാണ്ട് ലോകം മുഴുവൻ അദ്ദേഹം പര്യടനം നടത്തി. അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരുന്നു ആരംഭം. പിന്നീട് പാകിസ്ഥാൻ, ഇംഗ്ലണ്ട്, കാനഡ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ഇറാൻ, നേപ്പാൾ, യൂറോപ്പ്, ജപ്പാൻ, ഹോങ്കോങ്, തെക്കേ അമേരിക്ക, കരീബിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു. മറ്റു പ്രശസ്ത സംഗീതജ്ഞരോടൊപ്പം എഡിൻബറോയിലെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലേക്ക് ബിസ്മില്ലാ ഖാനും ക്ഷണിക്കപ്പെട്ടു. പിന്നീട് ബെർലിൻ സംഗീത സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തു. 1986 ഫ്രാൻസിൽ നടന്ന ഭാരതോത്സവത്തിലും ബിസ്മില്ലാ ഖാന് പ്രമുഖ സ്ഥാനം ലഭിച്ചു. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ 1960 പത്മശ്രീ പുരസ്കാരവും ബിസ്മില്ലാ ഖാനെ തേടിയെത്തി. തുടർന്ന് 1968 പത്മഭൂഷണും 1980 പത്മവിഭൂഷൺ ബഹുമതികളും നൽകി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിച്ചു. ഒടുവിൽ ഇന്ത്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഭാരതരത്നവും നൽകി അദ്ദേഹം ആദരിക്കപ്പെട്ടു. 2001 അത്. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പായും അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. 90-ാം വയസ്സിലാണ് ആ മഹാനായ സംഗീതജ്ഞൻ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞത്. 2006 ഓഗസ്റ്റ് 21 അദ്ദേഹം ഓർമ്മയായി. ഭൗതിക ശരീരത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഷഹനായിയും അടക്കം ചെയ്തു. ദേശീയ നേതാവിന് നൽകുന്ന എല്ലാ ബഹുമതികളും ചടങ്ങിന് രാഷ്ട്രം നൽകുകയും ചെയ്തു.